നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പം എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്ക് നോക്കാം എന്താണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ അത്. വേൾഡ് കാർഡാണ് ആദ്യം വന്നത്. വളരെ ഹാപ്പിയാണ്. എന്തൊക്കെയോ കാര്യങ്ങൾ ഇന്ന് സാധിച്ചു എന്നുള്ളൊരു സന്തോഷത്തിലാണ് നിങ്ങൾ. പുതിയ എന്തോ കാര്യങ്ങൾ ലൈഫിലേക്ക് നിങ്ങൾക്ക് വരുന്നുണ്ട്. എന്തോ കാര്യങ്ങൾ എൻ്റെ ആകുന്നുണ്ട്. നോക്കാം, കൂടുതലായിട്ട് നോക്കാം. Ace of Cups, Knight of Pentacles, Justice, Nine of Swords, Eight of Cups, Two of Swords, Queen of Cups, Page of Cups, Fool card. ഇതിൻ്റെ പ്രത്യേകത എന്താ, വേൾഡിൽ തുടങ്ങി അല്ലെങ്കിൽ ഫോളിൽ തുടങ്ങി വേൾഡിലാണ് അവസാനിക്കുന്നത് നമ്മുടെ ടാരോട്ട് കാർഡ്സ് മേജർ അർക്കാന. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതം തുടങ്ങി അത് അവസാനിക്കുന്നത് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ടാരോട്ടിൽ കൂടെ റീഡ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതിനിടയിലുള്ള വരുന്ന സംഭവങ്ങളാണ് ഈ പറയുന്നത്. അതിൽ ഇന്ന് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് നിങ്ങളുടെ ഒരു ജന്മം മുഴുവനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. എനിക്ക് പെട്ടെന്ന് അങ്ങനെ പറയാൻ തോന്നി. കാരണം ഒരു പുതിയ തുടക്കവും കുറേ കാര്യങ്ങൾക്ക് അവസാനവും. അപ്പം ഇത് വിട്ട് തന്നെ പറയാം. ഫുൾ കാർഡാണ്, പുതിയ തുടക്കമാണ് എന്നുള്ളതാണ്. നിങ്ങൾ അന്ധമായ വിശ്വാസം വന്നു എന്തോ ഒരു കാര്യത്തിൽ. നിങ്ങൾ ഇനി മുന്നോട്ട് പല കാര്യങ്ങളും നിങ്ങൾ ഒന്ന് ചില കാര്യങ്ങൾ സംശയദൃഷ്ടിയോടെ കണ്ടുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അത് നടക്കുമോ, അതങ്ങനെ ആയിരിക്കുമോ എന്നൊക്കെ വിചാരിച്ച് ഇരുന്ന ആൾക്കാരാണെങ്കിൽ എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ അന്ധമായി എന്തോ വിശ്വസിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അത് വളരെ പോസിറ്റീവാണ് കേട്ടോ, നെഗറ്റീവ് അല്ല. അത് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ ഒരു വിശ്വാസത്തിലോട്ട് വന്നു. നിങ്ങളതിൽ നിങ്ങളുടെ ലോജിക്കൽ മൈൻഡൊന്നും നിങ്ങൾ വർക്ക് ചെയ്യിക്കുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ കാണുന്ന കുറേയധികം ആൾക്കാർ വളരെ ശരിക്കും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർ പോലും നമ്മുടെ വിശ്വാസവും നമ്മുടെ ഒരു വിദ്യാഭ്യാസമായിട്ടൊന്നും വലിയ ബന്ധമില്ല കേട്ടോ. നമ്മൾ പഠിക്കുമ്പോൾ സയൻസ് പഠിക്കുമ്പോൾ പലതും നമ്മൾ സംശയത്തോടു കൂടി കാണാൻ തുടങ്ങും. എന്തുകൊണ്ട് എന്ന് ചിന്തിക്കും. ആ എന്തുകൊണ്ടെന്ന് ചിന്തിക്കുന്ന കാര്യത്തിന് ഒരു ഉത്തരവും നമുക്ക് കിട്ടൂല. പക്ഷെ നമ്മൾ ബ്ലൈൻഡായിട്ട് ചിന്തിച്ച് തുടങ്ങിയാൽ, അവിടെ നമ്മുടെ ലോജിക്കൽ മൈൻഡൊക്കെ നമ്മൾ മടക്കി വെച്ചിട്ട് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയാൽ നമുക്ക് പല കാര്യങ്ങൾക്കും ഉത്തരം കിട്ടും എന്നുള്ളതാണ്. നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കിട്ടും. നമ്മുടെ ലൈഫ് വളരെ സ്മൂത്തായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പം അവിടെയാണ് നമുക്ക് ദൈവത്തിൻ്റെ ഒരു കരുതൽ നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഇന്നേ ദിവസം നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അത് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു സാഹചര്യവും നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ദേവതയെ അല്ലെങ്കിൽ ദൈവത്തിന് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു പ്രാർത്ഥന നിങ്ങൾ ചൊല്ലുന്നുണ്ടായിരിക്കാം. ആ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത വണ്ണമുള്ള ഒരു ഫലം കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ലോജിക്കൊക്കെ മാറ്റി വെച്ച്, നിങ്ങളുടെ ആ മനസ്സൊക്കെ ഒന്ന് മാറ്റി വെച്ച് നിങ്ങൾ അന്ധമായി അതിൽ വിശ്വസിക്കാൻ തുടങ്ങി. പല കാര്യങ്ങളും നിങ്ങൾക്ക് അതിന് ലഭിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ മുന്നോട്ടേക്ക് അങ്ങനെ തന്നെ പോകണമെന്നാണ് നിങ്ങളോട് ഡിവൈൻ പറയുന്നത് കേട്ടോ. ഇതൊരു പുതിയ തുടക്കമാവട്ടെ. ശരിക്കും വളരെ വളരെ സന്തോഷത്തിൽ മുന്നോട്ട് പോകട്ടെ. എന്ത് വന്നാലും നേരിടും, എന്തും എനിക്ക് സാധിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത്. ഇന്നത്തെ ദിവസം അങ്ങനത്തെ ഒരു എനർജിയാണ്, അതിനൊരു തുടക്കമാണ്. പിന്നെ പേജ് ഓഫ് കപ്സ് ആണ്. ശരിക്കും സർപ്രൈസ് ഉണ്ടാവും കേട്ടോ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ. ചിലപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ആരെങ്കിലും വളരെ സർപ്രൈസ് ആയിട്ട് നിങ്ങളിലേക്ക് വരും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നേരത്തെ ആഗ്രഹിച്ചിരുന്ന എന്തെങ്കിലും ഒരു കാര്യം, ഒരു ജോലിയോ എന്തെങ്കിലും ഒരു കാര്യം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരും എന്ന് തന്നെ കാണുന്നുണ്ട്. അത് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നിട്ട് അത് വിട്ടുകളഞ്ഞ കാര്യമായിരിക്കും.
അത് നിങ്ങളിലേക്ക് എത്തുന്നു. എന്തായാലും അതങ്ങനെ കാണുന്നുണ്ട്. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വളരെ മെച്ചൂർഡാണ്. ശരിക്കും ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു എനർജി എന്ന് പറയുമല്ലേ. അപ്പോൾ ഒന്നിലും അധികമായി ഒരു അഹങ്കരിക്കുകയോ ഒന്നും ചെയ്യാതെ ശരിക്കും നമ്മൾ അങ്ങ് എല്ലാം സറണ്ടർ ചെയ്ത് കൊടുക്കുന്ന ഒരവസ്ഥ, ആ ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് നിങ്ങൾ എത്തുന്നത്. ആ ഒരു അവസ്ഥയിൽ ഇന്ന് നിങ്ങൾ അതിന് അനുവദിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു അവസ്ഥയ്ക്ക് നിങ്ങൾ തന്നെ ഒരു അനുവാദം കൊടുക്കുന്നുണ്ടായിരിക്കാം. പിന്നെ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാതിരുന്ന എന്തോ ഒരു കാര്യം, അത് നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക്, പക്ഷെ അതിന് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ഫേവറായിട്ടല്ല ഇപ്പം നിൽക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നിയർ പാസ്റ്റിൽ അതൊന്നും നിങ്ങൾക്ക് ഫേവറായിട്ട് നിൽക്കാത്ത എന്തോ ഒരു കാര്യം നിങ്ങളെ വളരെ വേദനിപ്പിച്ച് വിട്ടുകളഞ്ഞ ഒരു കാര്യം. അപ്പം അത് നിങ്ങളെ വിട്ടുപോയ ഒരു കാര്യം, നിങ്ങൾക്കത് ചിലപ്പം ഉറക്കം പോലും ഇല്ലാതെ നിങ്ങളതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വളരെ ടെൻസ്ഡ് ആയിരുന്നു എന്ന് കാണുന്നുണ്ട്. അതില്ലാതെ നിങ്ങൾക്ക് പറ്റൂല, അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾ വിചാരിച്ച് വളരെ വേദനിച്ചിരുന്ന ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളത് സറണ്ടർ ചെയ്ത് കൊടുത്തിട്ടുള്ളതായിരിക്കും. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച്, കാരണം നിങ്ങൾ ഇതിൽ ഒരുപാട് ആഗ്രഹമുണ്ട്, ഒരുപാട് സ്നേഹമുണ്ട്, അതിനോടൊരു ആസക്തി ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് അത്രയും ഒരു ഇഷ്ടമുണ്ടായിരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ ഡിപ്രഷനിലേക്ക് നിങ്ങളെ ആക്കിയ ഒരു കാര്യമാണ്. അത് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ആ ഒരു പ്രാർത്ഥനയ്ക്കുള്ള ഫലം ദൈവം തരുന്നു എന്ന് നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട്. എന്നേ ദിവസം അതിനൊരു തീരുമാനമാകും. ചിലർക്ക് ഇതൊരു കോർട്ടിൽ ഉള്ള കേസാണെങ്കിൽ അതിന് ഒരു ജസ്റ്റിസ് നിങ്ങൾക്കാണ് കേട്ടോ. കോർട്ടിൽ നടക്കുന്ന കേസിനായാലും നീതി നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് കാണുന്നത്. പിന്നെ നൈറ്റ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. നിങ്ങളിന്ന് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യുമെന്ന് തന്നെ കാണുന്നുണ്ട്. കുറച്ചധികം ജോലി കൂടുതലുണ്ടായിരിക്കും ഇന്നേ ദിവസം. പക്ഷേ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളത് ചെയ്യും, കാരണം കോൺഫിഡൻസ് കുറച്ച് കൂടുതലാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക്. അപ്പോൾ എന്ത് വന്നാലും ഞാൻ നേരിട്ട് കളയും എന്നുള്ളൊരു ചിന്തയാണ്. ഏതോ ഒരു കാര്യത്തിൽ അമിതമായൊരു വിശ്വാസം, അത് ഈ കാര്യത്തിൽ അതുകൊണ്ട് തെറ്റൊന്നുമില്ല. ശരിക്കും നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളോട് കൂടെ എന്തോ ഒരു ശക്തി ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു ശക്തി നിങ്ങളെ ഗൈഡ് ചെയ്യുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു ഗൈഡൻസിലൂടെ മുന്നോട്ട് പോയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നടത്താൻ പറ്റും എന്നൊരു ദൃഢമായ ഒരു വിശ്വാസം ഇന്നേ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് കാണുന്നുണ്ട്. പിന്നെ ഏസ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ശരിക്കും ഒരു പ്രണയം ചിലപ്പോൾ നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ആ ഒരു പാസ്റ്റിലെ വേദനകളൊക്കെ ഹീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇത് ഹീലിങ്ങിൻ്റെ കൂടെ ഒരു കാർഡാണ് കേട്ടോ. പിന്നെ ചിലർക്കൊരു മാരേജ് പ്രപ്പോസൽ വരുമോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. ചിലർക്ക് എന്തെങ്കിലും ഒരു പുതിയ കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ, ഏറ്റവും സന്തോഷിക്കുന്നുണ്ട് ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്നേ ദിവസം അത് സ്റ്റാർട്ട് ആകും എന്ന് കാണുന്നുണ്ട്. ചിലർക്ക് ഇതൊരു യൂണിയൻ ആകും എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് നീതി കിട്ടി, നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന എന്തോ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് നീതി കിട്ടി. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്ന ഒരു സന്തോഷമാണ് എന്ന് കാണുന്നുണ്ട് ഇന്നേ ദിവസം ഉള്ളത്. അതാണ് നിങ്ങൾക്ക് ശരിക്കും വേൾഡ് കാർഡായിട്ട് വന്നിട്ടുള്ളത്. ഒരു ഫുൾഫിൽമെൻ്റാണ് ശരിക്കും ഇന്നേ ദിവസം നിങ്ങൾക്ക് വരുന്ന ഒരു കാര്യം. ചിലർക്ക് ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും, ചിലർ ഇത് പ്രതീക്ഷിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ് ആയി എന്ന് തോന്നുന്ന ഒരു ദിവസമാണ്. ഇപ്പോൾ ഇന്ന് ഇത് ഇത്രയും സന്തോഷമുണ്ട്, നാളെ ഇനി എങ്ങനെ ആയാലും കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു ചിന്തയാണ് നിങ്ങൾക്ക്. എന്തായാലും ഇന്നേ ദിവസം എൻ്റെ ജീവിതത്തിനൊരു അർത്ഥമുണ്ട് എന്നൊരു തോന്നലുണ്ടാവും നിങ്ങൾക്ക്. ചിലപ്പോൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിരുന്നിട്ടുണ്ടായിരിക്കാം, വേറെ ആരും സഹായിക്കാനില്ലാതെ ഒരുപാട് പെയിനിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, ചിലർക്കൊരു സാമ്പത്തിക ബാധ്യതയിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മുന്നോട്ടേക്ക് എനിക്കിത് പറ്റും, എൻ്റെ ഈ കാര്യങ്ങളൊക്കെ നടക്കും എന്ന് ശരിക്കും 90% അല്ല 100% വിശ്വസിക്കുന്ന ഒരു കാര്യം ഇന്ന് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുള്ളതാണ്. കംപ്ലീഷനാണ്. നിങ്ങൾ എന്തിലാണോ എന്താഗ്രഹിച്ചാണോ ഒരു തുടക്കം ഉണ്ടായത്, ആ ഒരു കാര്യം എൻ്റെ ആകുന്നു, കംപ്ലീറ്റ് ആകുന്നു എന്നുള്ളതാണ്. വളരെ സന്തോഷത്തിൽ ആകുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി. ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ ഡിവൈൻ മെസ്സേജ്. ഇപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെയുള്ളൊരു റീഡിങ് എടുക്കാൻ. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് എല്ലാവർക്കും
നല്ല മെസ്സേജുകൾ കൊടുക്കാൻ പറ്റണേ. കാരണം ഇത് കാണുന്ന ഒരുപാട് ആൾക്കാർക്ക് ഇത് റെസണേറ്റ് ആകുന്നുണ്ട്. അവരുടെ ലൈഫിൽ ഇങ്ങനെ തന്നെയാണ് നടക്കുന്നതെന്ന് ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ഒരു എനർജിയിൽ തന്നെ ഇരിക്കാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് മാത്രമല്ല, എന്നും മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു ഇതെന്ന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.